യൂട്യൂബർ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ അത് ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഗേളിനെ കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരുപാട് പേർക്ക് യൂട്യൂബർ ആയിട്ടുള്ള ഗേളിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാഡായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തവരൊക്കെ ഉണ്ട്. അത് എന്താ കാരണം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുള്ളതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ ഒരു കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി ഒരു യൂട്യൂബർ ആയിരിക്കും, ഒരു ഗവൺമെന്റ് ജോലിക്കാരി ആയിരിക്കും, ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? യൂട്യൂബർ വിത്ത് ഗവൺമെന്റ് ജോലിക്കാരി ആയിക്കോട്ടെ. എന്നാൽ ഇതിൽ രണ്ടില് ഒരാൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അല്ല, ഇപ്പൊ ഏതൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കും യൂട്യൂബ് സെക്കൻഡറി ആയിട്ട് ചൂസ് ചെയ്യാലോ. എന്നാലും ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾ യൂട്യൂബർ എന്നുള്ള ഒരു പ്രൊഫഷണൽ അല്ല, ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു ജോലി കൊണ്ട് മാത്രം കുടുംബം കഴിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉള്ള ആളുകളാണെങ്കിൽ പോലും സെക്കൻഡറി എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലും യൂട്യൂബ് അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. പക്ഷേ ഈ മാതാപിതാക്കൾ ഒരിക്കലും യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വിവരക്കേട്. കാരണം ഗവൺമെൻറ് ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാക്കുന്നവരാണ് യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. പല യൂട്യൂബേഴ്സിൻ്റെയും ആസ്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരേക്കാളും കൂടുതൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് എന്നുള്ളത് കാര്യങ്ങൾ. ഗവൺമെന്റ് ജോലി എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ വാണ്ട് സെറ്റിൽ ആവാൻ താല്പര്യമാണ്. യൂട്യൂബേഴ്സ് ആയുള്ള ഗേൾസ് അത്യാവശ്യം നന്നായിട്ട് ഏണിങ്സ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടല്ലോ, അത് നോക്കുന്നുണ്ട്. എന്തെങ്കിലും യൂട്യൂബേഴ്സ് ആയത് എന്തെങ്കിലും എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാനൊരു ഗവൺമെന്റ് ജോലി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഗവൺമെന്റ് ജോലിയാണ് നല്ലത് ലൈഫ് സെറ്റിൽ ആവാനായിട്ട്. അതെ അതെ. ഇഷ്ടപ്പെടുന്ന അതല്ലേ, യൂട്യൂബർ ആയിട്ടൊരു ഗേളും ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഗേളും വന്നെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യാം? സംസാരിച്ചിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും. എന്നാ ജോലി നോക്കത്തില്ല ഈ ഒരു ഇതില്? അവരുടെ ജോലിയൊന്നും നോക്കില്ല? രണ്ടുപേരും നല്ലൊരു പ്രൊഫഷനിലല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. യൂട്യൂബർ ആയിട്ടുള്ള ഗേളിനെ കല്യാണം തയ്യാറാണോ? കുഴപ്പമൊന്നുമില്ല. സ്വഭാവം അനുസരിച്ചിരിക്കും. ഗവൺമെന്റ് ജോലിയാണ് ഇച്ചിരി ബെറ്റർ ആണ് തോന്നുന്നുണ്ടോ? സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴും യൂട്യൂബർ ബൈ ഇൻകം യൂട്യൂബർ ഇൻകം ഈസ് മെയിൻ. അത് മെയിൻ ആണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെക്കാളും യൂട്യൂബ് വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മള് പണ്ടൊന്നുമല്ലേ, നമുക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല. യൂട്യൂബർ യൂട്യൂബറെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മാത്രമേ എക്സ്ട്രോവേർട്ട് ആയിരിക്കും നല്ല രീതിയിൽ. അതെ അത്രേ ഉള്ളൂ. അതെ കൺഫേം 100%. രണ്ടുപേരായാലും കുഴപ്പമില്ല. ലൈക്ക് അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. സ്വഭാവം രണ്ടുപേരും നല്ലതാണ്. യൂട്യൂബർ ആയിരിക്കും അതോ ഗവൺമെന്റ് ജോലി ആയിരിക്കും ചൂസ് ചെയ്യാം? അത് അവരിഷ്ടല്ലേ. ബ്രോ ചൂസ് ചെയ്യണതായിരിക്കും. എന്നെ ചൂസ് ചെയ്യേണ്ട അവരല്ലേ. അല്ല, ബ്രോ ചൂസ് ചെയ്യണതായിരിക്കും. ഞാനിപ്പോ ഒരു പ്രൊഫഷൻ നോക്കിയിട്ടൊന്നും ചൂസ് ചെയ്യില്ല, ആളെ നോക്കിയിട്ടാ ചൂസ് ചെയ്യും. ഒരു യൂട്യൂബർ കല്യാണം തയ്യാറാണോ? ഓക്കെയാണ്. ഓക്കെയാണ്. ആള് സ്വഭാവം നല്ലതാണെങ്കിൽ ഓക്കെയാണ്. എന്തുകൊണ്ടാണ് യൂട്യൂബർ മോശമാണോ? അല്ല, മോശമായിട്ടില്ല. അല്ല, എന്താ യൂട്യൂബറിനെ ചൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? ഒന്നുമില്ല. ഗവൺമെന്റ് ജോലി ചൂസ് ചെയ്തതിന്റെ കാരണം എന്താ? ഒന്നുമില്ല. ഗവൺമെന്റ് ജോലി ആകുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ജോലി എന്തുകൊണ്ടാണ് യൂട്യൂബർ ആയിട്ടുള്ള കേട് വേണ്ടാത്ത? അങ്ങനെ ചോദിച്ചാ അല്ല, സാലറി വൈസ് നോക്കുമ്പോ സാലറി യൂട്യൂബേഴ്സിനൊക്കെ നല്ല പൈസ ഇല്ലേ? ഇല്ലല്ലോ. ചിലപ്പോ പൈസ മറ്റേ കിട്ടിയാ കിട്ടി. നല്ല ഏണിങ്സ് ഉള്ള യൂട്യൂബർ ആയിട്ടുള്ള കേളാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഭയങ്കര അധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല, എന്നാലും അധികം ആൾക്കാരെ അറിയണ്ട, എന്നാലും കുറച്ച് അതെ. ഇവിടെ എന്തുകൊണ്ടാണ് ഇല്ലാത്ത? യൂട്യൂബർ വേണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരാളെ മതി എന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള്. അങ്ങനെ ഗവൺമെന്റ് ജോലി ആവുമ്പോ എന്താ ലൈഫ് സെക്യൂർഡ് ആവുന്ന തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഏത് ജോലിയാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. യൂട്യൂബർ ആയ ഒരു ഗേളും ഗവൺമെന്റ് ജോലിയുള്ള ഒരു ജോലിയും പെണ്ണ് വന്നെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം? ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല, ഏതായാലും എന്താകും മതി. എന്നാലും ഇവരില് ഈ യൂട്യൂബറുടെ ഇഷ്ടമാണോ? ഗവൺമെന്റ് ജോലി തന്നെയാണ്. ഗവൺമെന്റ് ജോലി എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, യൂട്യൂബിലാണെങ്കിൽ അവര് തോന്നിയ ദിവസമൊക്കെ കാണിക്കുന്നത്. ഗവൺമെന്റ് ജോലി പിന്നെ അത് കുഴപ്പമുണ്ടാവൂലല്ലോ. ഇവിടെയോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഏതായാലും